ഹായ് ഹലോ. എൻ്റെ കൂട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചൂട് പുട്ടും അതിൻ്റെ കൂടെ നിന്ന് എന്താ കറിയെന്നറിയാമോ? എൻ്റെ കൂട്ടുകാർ ഈ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. ഭയങ്കര സംഭവമാണ് കേട്ടോ. വേറൊന്നുമല്ല, ബീഫ് കറിയാണ്. അപ്പം ബീഫും പുട്ടും കഴിച്ചിട്ടുണ്ടോ? വയറ് വെള്ളം വരുന്നു. എൻ്റെ കൂട്ടുകാരുടെ വയറ് വെള്ളം വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പുട്ടും ആ ബീഫ് കറിയും കൂടെ ചേർത്തൊന്ന് കഴിച്ച് നോക്കണം മക്കളെ. ബീഫ് കഴിക്കാത്തൊരു ചിക്കൻ കൂട്ടി കഴിക്കണം കേട്ടോ. ചിക്കൻ കറി എന്താ ടേസ്റ്റാ. എൻ്റെ കൂട്ടുകാരിത് കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പുട്ടും ഇറച്ചി കറിയും കൂടെ കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ചൂട് പുട്ടിൻ്റെ കൂടെ ആ ചൂടായിട്ടുള്ള കറിയും കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ ലെവലാണ് മക്കളെ. ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ബീഫ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. 2-3 മാസമൊക്കെ കൂടുമ്പോഴോ ഒക്കെയാണ് മേടിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വാങ്ങിക്കത്തില്ല. ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ മീനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പം ഈസ്റ്ററിന് മേടിച്ചതുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കറി വെച്ചതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കത്തിയൊരു സംഭവമാണെന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടിന് എന്താ കറി, കടല ഇടണമെന്ന്. അപ്പോൾ ഓർത്തുമ്പോൾ ശരി, ഇറച്ചിക്കറി ആകുമ്പം കടലക്കറിയൊക്കെ അടിച്ചുകൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇന്ന് ഇതുണ്ടാക്കിയത്. അപ്പോൾ വെറുതെ രാവിലെ കഴിക്കാൻ നിന്നപ്പം വെറുതെ കൂട്ടുകാർക്ക് കുറച്ച് കുശലം പറയാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, ബീന കഴിക്കുമ്പോൾ വർത്തമാനം പറയാൻ പാടില്ല, ഇരുന്ന് കഴിക്കുക എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ, സീ യു.